Hi all, welcome back to Xylem Learning. എബിഡി സാറാണ് ഇന്ന് വന്നിട്ടുള്ളത് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ് എന്നുള്ള ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അപ്പോൾ എല്ലാ മക്കളും ഇത് ത്രൂ ഔട്ട് ക്ലാസ് കാണാം കേട്ടോ. ഒരു 4-5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ കുറേ അധികം കോൺസെപ്റ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ മക്കളെ പഠിച്ചെടുക്കും. അപ്പോൾ പല മക്കളും ആവശ്യപ്പെട്ടിരുന്ന പല കോൺസെപ്റ്റും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് കാണുക. ക്ലാസ് കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക, ഈ പറയുന്ന പോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാം, മക്കൾ ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡിലേ ആക്കുന്നില്ല, നേരെ ടോപ്പിക്കിലേക്ക് എന്ത് ചെയ്യാം പോടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ആർ കോണ്ടിനെന്റ്സ് ആർ ഡിഫറെന്റ് ഫ്രം ഐലാൻഡ്സ്? എങ്ങനെയാണ് കോണ്ടിനെന്റ്സ് ഐലാൻഡ്സും ഡിഫറെന്റ് ആവുന്നത്, ഏതൊക്കെ രീതിയിലാണ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോണ്ടിനെന്റ്സ് ആൻഡ് ഐലാൻഡ്സ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇത് നോക്കുന്നതുകൊണ്ട് രണ്ട് എന്താ പറയുക ബെനിഫിറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മക്കൾ പഠിക്കും. ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഐലാൻഡ് ആൻഡ് കോണ്ടിനെന്റ്സ് കൂടി മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോലെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് സൈസിന്റെ കാര്യം എടുക്കാം. സൈസിന്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ്, യെസ്, കോണ്ടിനെന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജർ ആണ്. ഐലാൻഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലാർജർ ആയിട്ടുള്ള സൈസാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, കോണ്ടിനെന്റ്സ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എക്സ്റ്റെൻസീവ് ആണ്. ദെൻ കണ്ടിന്യൂസ് ലാൻഡ് മാസസ് സിഗ്നിഫിക്കൻ്റ്ലി ലാർജർ ദാൻ ഐലാൻഡ്സ്. ഐലാൻഡ്സിനേക്കാളും ലാർജർ ആയിട്ടുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സൈസാണ് നമുക്ക് എവിടെ കാണുന്നത്, കോണ്ടിനെന്റ്സിൽ കാണുന്നത്. ദെൻ കോണ്ടിനെന്റ്സിലേക്ക് വരുമ്പോഴോ സ്മോളർ ലാൻഡ് ഫോംസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ വാട്ടർ. ഈ പറയുന്ന ചുറ്റിലും എന്തായിരിക്കും കൂടെ വാട്ടർ ആയിരിക്കും ഉണ്ടാവുന്നത്. സ്മോളർ ആയിട്ടുള്ള എന്താ പറയുക ലാൻഡ് ഫോംസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഐലാൻഡ്സ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇപ്പോൾ കോണ്ടിനെന്റ്സിന് എക്സാമ്പിൾസ് ആണെങ്കിൽ ഇതല്ലാതെ നമുക്ക് ബാക്കി കോണ്ടിനെന്റ്സിന്റെ പേരൊക്കെ അവിടെ കൊടുക്കാം കേട്ടോ. അതിൽ ഞാൻ 2 എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏഷ്യ തന്നിട്ടുണ്ട്, ആഫ്രിക്ക തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് യൂറോപ്പും അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അമേരിക്ക കൊടുക്കാം, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അവിടെ 2 നമ്മൾ എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഐലാൻഡ്സിന്റെ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് ഗ്രീൻലാൻഡ് നമുക്ക് കാണാൻ പറ്റും. ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലാൻഡ്സ് ഒക്കെ ഐലാൻഡ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇത് കൂടാതെ നമ്പർ ഓഫ് ഐലാൻഡ്സ് ഉണ്ട്, അത് മക്കൾക്ക് എന്ത് ചെയ്യണം കൊടുക്കുക കേട്ടോ. ദെൻ നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ കോണ്ടിനെന്റ്സിന്റെ നമ്പർ കമ്പാരിറ്റീവ്ലി കുറവാണ്. ദാറ്റ് മീൻസ് 7 എന്താ പറയുക, നമ്മൾ 7 ആണ് കോമൺലി എന്ത് ചെയ്യുന്നത്, കോണ്ടിനെന്റ്സിനെ റിക്കഗ്നൈസ് ചെയ്യുന്നത്. ഇതിന് തന്നെ നമ്മൾ ഡിഫറെന്റ് ഫോംസിന്റെ ബേസിൽ ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 7 ആണ് നമ്മൾ കോണ്ടിനെന്റ്സിനെ കോമൺലി പറയുന്നത്. ഇനി ഐലാൻഡ്സിന്റെ കേസ് എടുക്കുമ്പോൾ നമ്പർ ഓഫ് ഐലാൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. thousands, varying widely size and geographical features. ഈ പറയുന്ന thousands എന്തുണ്ട്, ഓൾമോസ്റ്റ് thousands എന്തുണ്ട്, ഈ പറഞ്ഞ ഐലാൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. അത് ഡിഫറെന്റ് ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ ആയിരിക്കും, വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ദെൻ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് large areas containing diverse terrain, climates and ecosystems influencing global geography, climate and politics. ഈ പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ എന്താണ്, ഇക്കോസിസ്റ്റത്തെയും അതുപോലെ തന്നെ ഗ്ലോബൽ ജിയോഗ്രഫിയും അതുപോലെ തന്നെ ക്ലൈമറ്റിനെയും പൊളിറ്റിക്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വലിയ ഫീച്ചേഴ്സ് നമുക്ക് എന്തിൽ കാണാൻ പറ്റും, നമ്മുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് കോണ്ടിനെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഐലാൻഡ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും often have unique ecosystem ആണ് എന്തിനുള്ളത്, ഈ പറയുന്ന ഐലാൻഡ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ can be volcanic and range from tiny to large enough rival smaller continents ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഐലാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ these are the geographical features of islands and continents. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ ആർ കോണ്ടിനെന്റ്സ് ഡിഫറെന്റ് ഫ്രം ഐലാൻഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ അത് ഡിഫറെന്റ് മാത്രമല്ല മകൾ പഠിച്ചിട്ടുള്ളത്, കുറച്ച് ഫീച്ചേഴ്സും മക്കൾ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the difference between salt water and fresh water on earth എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സാൾട്ട് വാട്ടറും അതുപോലെ തന്നെ ഈ പറഞ്ഞ എന്താണ് ഫ്രഷ് വാട്ടറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ലൊക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഷൻസ് ആൻഡ് സീസ് ആണ് എന്ത് വരുന്നത്, സാൾട്ട് വാട്ടർ നമുക്ക് കോമൺലി കാണുന്നത്. ദെൻ ഫ്രഷ് വാട്ടറിന്റെ കേസ് എടുക്കുമ്പോൾ ഗ്ലേസിയേഴ്സ്, റിവേഴ്സ്, ലേക്സ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സോഴ്സസ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫ്രഷ് വാട്ടറിന്റെ ലൊക്കേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ദ മെജോറിറ്റി ഓഫ് എർത്ത് വാട്ടേഴ്സ് ഇൻ സലൈൻ ഇറ്റ്സ് നോട്ട് പോർട്ടബിൾ ഫോർ മോസ്റ്റ് ടെറസ്ട്രിയൽ ലൈഫ്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് സലൈൻ കണ്ടന്റ് ഉള്ള വാട്ടറാണ്. ഈ പറയുന്ന എന്താ പറയുക ഏറ്റവും കൂടുതൽ ഉള്ളതാണ്. അതേസമയം സലൈൻ കണ്ടന്റ് ഉള്ള വാട്ടറാണ് നമ്മൾ എവിടെ കാണുന്നത്, ഈ പറഞ്ഞ സാൾട്ട് വാട്ടർ എന്ന് പറയുന്നത് മോസ്റ്റ്ലി സീ വാട്ടർ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ടെറസ്ട്രിയൽ ലൈഫിലൊന്നും ഡയറക്റ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വാട്ടറാണ് നമ്മൾ ഈ പറഞ്ഞ സാൾട്ട് വാട്ടർ. ഓക്കെ, ഇനി നമ്മൾ ഫ്രഷ് വാട്ടറിലേക്ക് വരുമ്പോഴോ കൺസിഡറബിളി എന്താ പറയുക സ്കേഴ്സിലാണ് നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ സാൾട്ട് വാട്ടർ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് എന്ത് ഈ പറയുന്ന ഫ്രഷ് വാട്ടർ. അറ്റ് ദ സെയിം ടൈം എസെൻഷ്യൽ ഫോർ ഡ്രിങ്കിങ്, അഗ്രികൾച്ചർ ആൻഡ് മോസ്റ്റ് ഇൻഡസ്ട്രിയൽ യൂസേഴ്സിനൊക്കെയാണ് ഈ പറയുന്ന ഫ്രഷ് വാട്ടർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ യൂസസ് നമ്മൾ ഒന്നും കൂടി നോക്കുകയാണ്. മെയിൻലി യൂസ്ഡ് ഫോർ നാവിഗേഷൻ ആൻഡ് മറൈൻ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ ആണ് നമ്മൾ സാൾട്ട് വാട്ടർ യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഫ്രഷ് വാട്ടറിലേക്ക് വരുമ്പോൾ
ക്രിട്ടിക്കൽ ഫോർ ഡ്രിങ്കിങ്, അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിനാണ് ഈ പറയുന്ന ഫ്രഷ് വാട്ടർ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നതാ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ ദ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഹൗ ആർ ദ നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ ഡിഫറെന്റ് ഇൻ ടേംസ് ഓഫ് വാട്ടർ ആൻഡ് ലാൻഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പല മക്കളും ഡിമാൻഡ് ചെയ്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ ഡ്യൂറിംഗ് ദ ലൈവ് സെഷൻ ആണെങ്കിലും ആഫ്റ്റർ ദാറ്റും പല മക്കളും ഡിമാൻഡ് ചെയ്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് നോക്കാം. യെസ്, ഇപ്പോൾ ലാൻഡ് മാസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കണ്ടെയ്ൻ മോർ ലാൻഡ് മാസ് ആണ് നോർത്തേൺ ഹെമിസ്ഫിയർ നമുക്ക് കാണാൻ പറ്റും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ മോർ എന്തുണ്ട്, ലാൻഡ് മാസ് നമുക്ക് കാണാൻ പറ്റും. സദേൺ ഹെമിസ്ഫിയറിലേക്ക് വരുമ്പോൾ ലെസ് ലാൻഡ് മാസ് ആണ് എന്ത് ചെയ്യുന്നത്, സദേൺ ഹെമിസ്ഫിയർ കണ്ടെയ്ൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ വാട്ടർ പ്രൊപ്പോർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെസ് പ്രൊപ്പോർഷൻ ഓഫ് വാട്ടർ ആണ് ഇവിടെ ഉള്ളത്, നോർത്തേൺ ഹെമിസ്ഫിയർ ഉള്ളത്. ബട്ട് സദേൺ ഹെമിസ്ഫിയറിലേക്ക് വരുമ്പോൾ ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ്, അതായത് ഇവിടെ ലാൻഡ് മാസ് കുറവാണെങ്കിൽ ഇവിടെ എന്താ പറയാ, ഇവിടെ ലാൻഡ് മാസ് കുറവാണ്, പക്ഷെ ഇവിടെ എന്താണ്, അല്ല ഇവിടെ ലാൻഡ് മാസ് കൂടുതലാണ്, പക്ഷെ ഇവിടെ എന്താണ്, വാട്ടർ കുറവാണ്. ഇവിടെ ലാൻഡ് മാസ് കുറവാണ്, പക്ഷെ വാട്ടർ പ്രൊപ്പോർഷൻ കൂടുതലാണ്. അപ്പോൾ ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് വാട്ടർ ആണ് സദേൺ എന്ത് ചെയ്യുന്ന ഹെമിസ്ഫിയറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന് ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട്സ് ഫോർ ലാർജ് ഹ്യൂമൻ പോപ്പുലേഷൻ ആൻഡ് കോർ ഡൈവേഴ്സ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റംസ് ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ് ആൻഡ് വെതർ പാറ്റേൺ സിഗ്നിഫിക്കൻ്റ്ലി. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഹ്യൂമൻ പോപ്പുലേഷനും അതുകൂടാതെ എന്താ പറയുക എക്കോസിസ്റ്റത്തൊക്കെ വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ നോർത്തേൺ ഹെമിസ്ഫിയർ നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ക്ലൈമറ്റും ഈ പറഞ്ഞ ഇൻഫ്ലുവൻസസ് ക്ലൈമറ്റ് ആൻഡ് വെതർ പാറ്റേൺ സിഗ്നിഫിക്കൻ്റ്ലി നമുക്ക് കാണാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം സദേൺ ഹെമിസ്ഫിയറിലേക്ക് വരുമ്പോൾ abundant water bodies significantly impact its climate and weather system, support diverse marine ecosystem ആണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ പഠിച്ചത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, why is the earth called the blue planet? എന്തുകൊണ്ടാണ് നമ്മൾ എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്? നമുക്ക് നോക്കാം. നമ്മളിവിടെ പറയുന്നുണ്ട് ഇതിന്റെ മേജർ പോർഷനും എന്താടാ, 3/4 എന്താടാ, ഈ പറയുന്ന പോലെ തന്നെ ഞാൻ കളർ ഒന്ന് മാറ്റിക്കോട്ടെ, അതർവൈസ് കൺഫ്യൂസ് ആയിരിക്കും. 3/4 എന്താടാ, യെസ് വാട്ടർ ആണ് കവർ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ബ്ലൂ പ്ലാനറ്റ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ പറയുന്നത് ഇതിൽ കൂടുതലും എന്താണ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഓഷ്യൻസ് ലൈക്ക് പസഫിക് അല്ലെങ്കിൽ അറ്റ്ലാന്റിക് പോലുള്ള ഓഷ്യൻസ് എന്നുള്ള വാട്ടർ ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ബ്ലൂ കളറാണ് അതിൽ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് this blue appearance was notably observed by early astronomers. The dominance of water not only defines a plant's color but also influences its climate and sustain various forms of life, justifying the nickname given by those who first observed it from afar. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ജസ്റ്റ് നോട്ട് ഈ പറയുന്ന വാട്ടർ ഈ ബ്ലൂ പ്ലാന്റ് ആവാനുള്ള റീസൺ എന്തുമാത്രമല്ല, ലൈക്ക് എന്താ പറയുക, വാട്ടർ എന്ന് പറയുന്നത് എന്തുമാത്രമല്ല ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കളറിനെ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല, ക്ലൈമറ്റിനെയും മറ്റെന്താ പറയുക ഈ പറയുന്ന എർത്തിലെ എല്ലാ രീതിയിലുള്ള സസ്റ്റെയിൻ വേരിയസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ് വാട്ടർ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബ്ലൂ പ്ലാന്റ് എന്ന് ചോദിച്ചാൽ അത്രയൊന്നും എഴുതണമെന്നില്ല മക്കൾ, എന്ത് ചെയ്താൽ മതി, 3/4 ഓഫ് ദ എർത്ത് എന്താണ്, വാട്ടർ കണ്ടന്റ് ആണ്, ഓഷ്യൻസ് ആണ് കൂടുതലുള്ളത് എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്താൽ മതി, അവിടെ കൊടുത്താൽ മതി ഇടാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ആർ ഓഷ്യൻസ് ആൻഡ് ഹൗ മച്ച് ഓഫ് ദ എർത്ത് ഡു ദേ കവർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, നമുക്ക് നോക്കാം. Oceans, large bodies salt water that dominate the Earth's surface, including the Pacific, Atlantic and Indian Oceans. Number of oceans ഉണ്ട്, അതിൽ തന്നെ പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ ഓഷ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു എന്താ പറയുക സാൾട്ട് വാട്ടർ ഡോമിനൻസ് ഉള്ള ഒരു ഓഷ്യൻസ് ലാർജ് ബോഡീസ് ആണ് ഈ ഓഷ്യൻസ് എന്ന് പറയുന്നത്. ഇതിന് ഇവിടെ നമ്മൾ പറയുന്നത് 3/4 നമ്മൾ ഓൾറെഡി പറഞ്ഞു, സർഫസിൽ 3/4 തന്നെയാണ് ഈ പറയുന്ന ഓഷ്യൻസ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും. ദെൻ leaving just over 1/4 covered by land. അതിനുശേഷം അതിന്റെ ഒരു ഭാഗം എന്താണ്, ലാൻഡുമാണ്, അതായത് 3 ഭാഗം വെള്ളവും 1 ഭാഗം ലാൻഡുമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. Then the oceans are interconnected system without real separations, playing a crucial role in climate regulation, supporting diverse marine life and facilitating global water cycle നെയും അതുപോലെ തന്നെ മറൈൻ ലൈഫിനെയും അതുപോലെ തന്നെ എന്താ പറയുക ക്ലൈമറ്റ് റെഗുലേഷൻസിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ കൂടിയാണ് ഈ പറഞ്ഞ ഓഷ്യൻസ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ബേസിക്കലി ഇത് സെപ്പറേറ്റ് ആവുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള പാർട്ടാണെന്നും കൂടി എന്ത് ചെയ്യാം മക്കളൊന്ന് ജസ്റ്റ് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തതാ. അപ്പോൾ എന്തായാലും കുറേയധികം ഡിഫറൻസസ് മക്കൾ പഠിച്ചു, കുറേയധികം കോൺസെപ്റ്റ് മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന, നിങ്ങൾ ആവശ്യപ്പെടുന്ന, നിങ്ങൾക്ക് ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ താല്പര്യമുള്ള, സ്റ്റിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ടോപ്പിക്സ് ഉണ്ടാവും അല്ലേ, യു ക്യാൻ കമൻറ്റ് അവർ കമൻറ്റ് ബോക്സ്. ഓക്കെ, എല്ലാ മക്കളും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യവും ദെൻ നിങ്ങൾ ഈ ഒരു ക്ലാസ് കൂടി വേണം സാർ, ഈ ഒരു ടോപ്പിക് ഒന്നും കൂടി എടുക്കൂ സാർ, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് കൂടി സാർ നെക്സ്റ്റ് കണ്ടന്റിൽ പറയോ, നെക്സ്റ്റ് വീഡിയോയിൽ പറയോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക് കൂടി എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.